മലയാളത്തിന് കയറ്റിയിരുത്താൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു എം.ടി. വാസുദേവൻ നായർ. ലോകസാഹിത്യം മുഴുവൻ വായിച്ച് ഗ്രഹിക്കുകയും അതിൻ്റെ ഒന്നും അനുകരണങ്ങളുടെ ലാഞ്ചന പോലുമില്ലാതെ മലയാള ജീവിതത്തെയും മലയാള സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും മലയാളിക്കും എല്ലാ സാഹിത്യ കുതുകികൾക്കും പകർന്നു നൽകുകയും ചെയ്ത എം.ടിക്ക് സമാനരായ ആളുകളില്ല. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ പരിചയമില്ലാതിരുന്ന ചലച്ചിത്രരംഗം പടിപടിയായി എം.ടിക്ക് കീഴടങ്ങുകയാണ് ചെയ്തത്. അതിൽ ക്ലാസിക്കുകൾ എന്ന നിലയ്ക്കുള്ള എത്രയോ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി വയ്ക്കാനുണ്ട്. എം.ടിയെ പോലെ എം.ടി മാത്രമേ ഉള്ളൂ. അക്ഷരാർത്ഥത്തിൽ എം.ടിയുടെ കാലം കഴിഞ്ഞിരിക്കുകയാണ്. കാലത്തിലൂടെയും മഞ്ഞിലൂടെയും എല്ലാം മലയാളിയോടും ലോകത്തോടും ലോകസാഹിത്യത്തോടും സംവദിച്ച ആ മഹാനായ മനുഷ്യൻ നമുക്ക് നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടും. ഒപ്പം തന്നെ അദ്ദേഹത്തിന് തൻ്റേതായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ജനാധിപത്യ ബോധത്തിൻ്റെയും എവിടെയും അടിച്ചമർത്തലുണ്ടായാൽ അതിനെതിരായ ബോധത്തിൻ്റെയും ഒരു വക്താവായി എം.ടി അവസാന കാലം വരെ ഉണ്ടായി. ഒരു പുരസ്കാരത്തിനും വേണ്ടി തല കുനിക്കാത്ത എം.ടി. വാസുദേവൻ നായർ ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടും എന്ന് മാത്രമല്ല മാതൃകയാക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിൽ മലയാളികളോടൊപ്പം എല്ലാ സാഹിത്യ സ്നേഹികളോടുമൊപ്പം പങ്കുചേരുന്നു.